നമ്മളിൽ പലരും വീട്ടിൽ തന്നെ ഷുഗർ ലെവൽ ചെക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷുഗർ ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് നമ്മുടെ റീഡിങ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ലിജി എഡിസൺ. ഞാനൊരു എക്സ് മിലിറ്ററി നേഴ്സാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഞാൻ കൂടുതലും അപ്ലോഡ് ചെയ്യാറുള്ളത് കുക്കിംഗ് വീഡിയോസാണ്. ഇന്ന് ഞാൻ അതിൽ വ്യത്യസ്തമായിട്ടൊരു ഹെൽത്ത് കെയർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വാച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തൊക്കെ മിസ്റ്റേക്സാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകളൊക്കെ വൃത്തിയാക്കാതെ ആയിരിക്കും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ല, നമ്മൾ ആദ്യം കൈ നന്നായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം വേണം ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ട്. കഴുകുക മാത്രമല്ല, നമ്മൾ വൃത്തിയുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള ടവൽ വെച്ച് തുടച്ച് നമ്മുടെ കൈയൊക്കെ ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ റീഡിങ്ങിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാകും. നമ്മൾ ഈ ഒരു ലാൻസിങ് ഡിവൈസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതിനകത്ത് നമ്മളെപ്പോഴും ബ്ലഡ് ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിനകത്തുള്ള നീഡിൽ ചേഞ്ച് ചെയ്യണം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ നീഡിലിട്ടാൽ കുത്തുന്നതെങ്കിൽ പിന്നെ നമുക്ക് വേദന എടുക്കും, നല്ല വേദനയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും പുതിയ നീഡിലിട്ടിട്ട് വേണം നമ്മുടെ ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ നീഡിൽ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാനിത് ചേഞ്ച് ചെയ്തില്ല, പക്ഷേ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നത്. ഇത് പഴയ നീഡിലല്ലേ, ഇത് നമ്മളിങ്ങനെ വേണ്ട ഈ ഒരു പോർഷൻ കണ്ടോ, ഇതിനകത്തോട്ട് ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ക്യാപ്പ് നമുക്കൊന്ന് അടയ്ക്കാം. അടച്ചു. ഇതിൻ്റെ താഴെ റീഡിങ്സ് ശ്രദ്ധിച്ചോ, 1 മുതൽ 5 വരെയുള്ള റീഡിങ്സാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ പലപ്പോഴും മിക്ക ആൾക്കാരും ഇത് സെറ്റ് ചെയ്യാതെ ചുമ്മാ അങ്ങ് കുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്സ് കൊടുത്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലെ ആ ഒരു തൊലിക്കട്ടി അനുസരിച്ച് നമുക്ക് എത്ര ആഴത്തിൽ ഡീപ്പായിട്ട് കുത്തണം എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിങ്സ് കൊടുത്തേക്കുന്നത്. അപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ കിഡ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ 1 അല്ലെങ്കിൽ 2 നമുക്ക് ചെയ്യാം. നമ്മൾ സാധാരണ നമുക്ക് കുത്തുമ്പോൾ 3 ചെയ്താൽ മതി. സാധാരണ ഈ ഒരു 3 ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കൈയുടെ ഈ തൊലിക്കൊക്കെ ഭയങ്കര കട്ടി കൂടുതലാണെങ്കിൽ നമ്മൾ 4 അല്ലെങ്കിൽ 5 ചെയ്യാം. സാധാരണയായിട്ട് നമുക്ക് 3 മതി. ഇനി നമ്മൾ ഈ ഒരു ബാക്ക് പോർഷനിൽ ഇതുപോലെ ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കണം. അപ്പോൾ ക്ലിക്ക് എന്നുള്ളൊരു സൗണ്ട് കേട്ടല്ലോ. അപ്പോൾ നമ്മുടെ പെന്ന് റെഡിയായി. എന്നിട്ടാണ് നമ്മുടെ ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് റെഡിയായി എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു പച്ച ഈ ബട്ടണില്ലേ, ഇതിൽ അമർത്തുമ്പോൾ ഇതുപോലൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലാൻസിങ് ഈ സെറ്റ് നമ്മൾ ഡിവൈസ് സെറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇതുപോലെ സ്ട്രിപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഇത് തുറന്നിട്ട് പെട്ടെന്ന് തന്നെ അത് ക്ലോസ് ചെയ്യണേ. അല്ലെങ്കിൽ നമ്മുടെ വായുവിലെ ഈർപ്പം തട്ടിയാൽ കുപ്പിയിലുള്ള ബാക്കിയുള്ള സ്ട്രിപ്സ് കൂടെ പെട്ടെന്ന് തന്നെ കേടാകും. അതുപോലെ തന്നെ നമ്മുടെ കൈകൾ പൂർണ്ണമായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം, നനഞ്ഞ കൈ കൊണ്ട് ഒരിക്കലും ഇതെടുക്കാൻ പാടില്ല. കാരണം നമ്മുടെ ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ തട്ടിയിട്ട് നമ്മുടെ റീഡിങ്സ് തന്നെ തെറ്റായിപ്പോവും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മിഡിൽ ഭാഗത്ത് പിടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മൾ ആ ഒരു ബ്ലഡ് ഇങ്ങനെ കയറുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് ഒരിക്കലും നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. ഇതിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു സ്ട്രിപ്പിൻ്റെ മിഡിൽ ഭാഗത്ത് പിടിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു മെഷീനിലോട്ട് വെക്കാനായിട്ട്. അതുപോലെ നമ്മൾ സ്ട്രിപ്സ് വാങ്ങിക്കുമ്പം ഒരുപാട് സ്ട്രിപ്സ് അങ്ങ് വാങ്ങിച്ച് വെക്കേണ്ട കാര്യമില്ല. കാരണം ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ നമുക്ക് 3 to 6 months വരെ നമുക്ക് ഈ ഒരു ബോട്ടിൽ ഒരു പ്രാവശ്യം ഓപ്പൺ ആക്കിയാൽ നമുക്ക് അത്രയും നാളൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരുപാട് സ്ട്രിപ്സ് ഒന്നും വാങ്ങിക്കേണ്ട. കുറച്ച് സ്ട്രിപ്സ് ആയിരിക്കും ഏറ്റവും നല്ലത്. ഒരുപാട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആ ഒരു റീഡിങ്സ് ഒക്കെ തെറ്റായിട്ടായിരിക്കും നമുക്ക് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ പ്രത്യേകിച്ച് നനവുള്ള കൈ കൊണ്ടൊക്കെ തൊടുവാണെങ്കിൽ നമ്മളിത് മെഷീനിലോട്ട് ഇടുമ്പോൾ ഇത് ഇറർന്നായിരിക്കും കാണിക്കുന്നത്. ആ ഒരു സെൻസ് ചെയ്യുന്ന ഒരു ഭാഗത്ത് നമ്മൾ ഒരു നനവ് കൊണ്ടൊക്കെ ടച്ച് ചെയ്യുമ്പോൾ ഒരു സെൻസറിനെ ഇത് ബാധിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സ്ട്രിപ്സൊക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഷുഗർ ചെക്ക് ചെയ്യാനായിട്ട്.
നാലാമതായിട്ട് നമ്മൾ വിരൽ തിരഞ്ഞെടുക്കുക. അപ്പം നമ്മൾ ഇതിനകത്ത് നിന്ന് നമ്മൾ വിചാരിക്കുക എല്ലാ വിരലിലും കുത്തിയാൽ എന്താ പ്രശ്നമെന്ന് വിചാരിക്കും. നമ്മൾ സാധാരണ ചൂസ് ചെയ്യുന്നത് നമ്മുടെ മിഡിൽ ഫിംഗർ, നടുവിരലും റിംഗ് ഫിംഗറും മോതിര വിരലുമാണ് കേട്ടോ. അപ്പം ഈ തം ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല. അത് എല്ലാവരും ചോദിക്കുക എന്താ അവിടെ നിന്ന് ബ്ലഡ് കിട്ടത്തില്ല, എന്താ യൂസ് ചെയ്യാത്തതെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് വരാം. നമ്മുടെ ഈ തള്ളവിരലും ചൂണ്ടുവിരലും നമ്മളെല്ലാ കാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഞരമ്പുകൾ കൂടുതലുള്ളതുകൊണ്ട് വേദന കൂടുതലായിരിക്കും. അപ്പോൾ പിന്നെ ചെറുവിരൽ, ഈ ചെറുവിരൽ വളരെ മെലിഞ്ഞിട്ടല്ലേ, അവിടെ സ്കിന്നിന് വളരെ കട്ടി കുറവായതുകൊണ്ട് സൂചി കുത്തുമ്പോൾ അത് നമ്മുടെ ബോണിനടുത്തേക്ക് എത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ ഒരു മിഡിൽ ഫിംഗർ, റിംഗ് ഫിംഗർ ചൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ കയ്യിൽ പ്രിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മിഡിൽ പോർഷനിൽ പ്രിക്ക് ചെയ്യാതിരിക്കുക, നമ്മൾ സൈഡിൽ വേണേൽ പ്രിക്ക് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ വേദന കുറഞ്ഞു കിട്ടും. ഈ ഒരു ഭാഗത്തൂടെ ഒരുപാട് വെയിനുകൾ പോകുന്നതുകൊണ്ട് നമുക്ക് ഈ നടുക്ക് കുത്തുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടും. അപ്പം കുത്തുമ്പോൾ ഇവിടെ വേണം, സൈഡിലായിട്ട് വേണം കുത്താനായിട്ട്. അപ്പം കുത്തുന്നതിന് മുൻപായിട്ട് നമ്മൾ കൈകൾ താഴേക്ക് തൂക്കിയിട്ടിട്ട് വിരലുകളിൽ ഇങ്ങനെ സാവധാനം തടവി കൊടുക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷന് ഇൻക്രീസ് ആകും. അതുപോലെ തന്നെ വിരലിൽ നിന്ന് നമ്മൾ രക്തം എടുക്കുമ്പോൾ ഫസ്റ്റ് ഡ്രോപ്പ് കോട്ടൺ കൊണ്ട് തുടച്ച് കളയണം. നമ്മൾ വിരലുകളിൽ കുത്തുമ്പോൾ ബ്ലഡിനൊപ്പം ടിഷ്യൂ ഫ്ലൂയിഡ് കൂടെ പുറത്ത് വരും. അപ്പോൾ ഇത് രക്തവുമായിട്ട് കലർന്നിട്ട് നമ്മളെ ബ്ലഡ് ഷുഗറിൽ ഒരു ആക്യുറസി ഇല്ലാതെ പോകും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബ്ലഡ് വരാതെ പ്രിക്ക് ചെയ്യുമ്പോൾ ബ്ലഡ് വരുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഞെക്കി കൊടുക്കും. അങ്ങനെ ഞെക്കരുത്, കാരണം നമ്മുടെ ഇങ്ങനെ ശക്തിയായിട്ട് ഞെക്കുമ്പോൾ നമ്മുടെ രക്തം ആ ഒരു ടിഷ്യൂ ഫ്ലൂയിഡുമായിട്ട് കലർന്നിട്ട് നമുക്ക് ഒരു റീഡിങ് ആക്യുറസി ഇല്ലാതെ പോകും. അതുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യരുത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റീഡിങ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു നീഡിലും പിന്നെ നമ്മൾ ഉപയോഗിച്ച സ്ട്രിപ്പും ഒക്കെ നമുക്ക് എങ്ങനെ അത് ഡിസ്പോസ് ചെയ്യാമെന്നുള്ളത്. ഈ ഒരു ക്യാപ്പ്, മേളത്തെ ക്യാപ്പ് ഊരിയിട്ടാണല്ലോ നമ്മൾ നീഡിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു ടൈം മാത്രമേ നീഡിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിന് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഈ നീഡിൽ ഈ ക്യാപ്പ് കൊണ്ട് അടച്ച് പിന്നെ നമ്മുടെ സ്ട്രിപ്പും ഒരു കവറിനകത്താക്കിയിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ, ഇച്ചിരി കട്ടിയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. ആ കണ്ടെയ്നറിനകത്തോട്ട് ഇത് ഇട്ട് വെച്ച് നല്ല പ്രോപ്പറായിട്ട് നമ്മളത് സീൽ ചെയ്തതിന് ശേഷം ഡിസ്പോസ് ചെയ്താൽ മതി. ഇത് സാധാരണ നമുക്ക് PHCയിലൊക്കെ കൊണ്ട് കൊടുക്കാം. അവരത് പിന്നെ സെഗ്രിഗേറ്റ് ചെയ്ത് അവർ ഡിസ്പോസ് ചെയ്യും. പക്ഷേ അതൊക്കെ പ്രായോഗികമായ കാര്യമല്ല. ഇത് നമ്മളിപ്പം വേസ്റ്റ് ഡിസ്പോസലിന് കൊടുക്കുന്ന സമയത്ത് നമ്മളിതൊക്കെ ഇതുപോലെ അങ്ങ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ വരുന്നവരുടെ കയ്യിലൊക്കെ കൊണ്ട് കയറും. പിന്നെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറിക്കൊക്കെ കാരണമോ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് വേണം അത് ഡിസ്പോസ് ചെയ്യാനായിട്ട്. ചുമ്മാ വാരി ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കളയരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് നമുക്ക് വലിയ വലിയ റീഡിങ്സിൽ മാറ്റം ഉണ്ടാക്കും കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.